PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കരിയർ വെരിഫിക്കേഷൻ ഡേറ്റുകളാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കൃത്യമായിട്ട് കരിയർ വെരിഫിക്കേഷൻ ഡേറ്റുകൾ ഓരോരോ വെരിഫിക്കേഷൻ ടൈമിൽ നമ്മൾ പറയുന്നത്. അത് കൃത്യമായിട്ട് ഇപ്പോൾ ഓൾറെഡി ഒന്ന് രണ്ട് വീഡിയോസ് കരിയർ വെരിഫിക്കേഷനുമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടു നോക്കാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. ചിലപ്പോൾ ആ ഒരു വീഡിയോയിലായിരിക്കും നിങ്ങളുടെ എക്സാം സെന്ററിലെ ഡേറ്റ് എന്നാണ് വെരിഫിക്കേഷൻ ചെല്ലേണ്ടതെന്ന് പറഞ്ഞേക്കുന്നത്. അതുപോലെ എങ്ങനെയൊക്കെയാണ് വെരിഫിക്കേഷൻ പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കാത്തവർ ആ വീഡിയോ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന വെരിഫിക്കേഷൻ ഡേറ്റുകൾ ഇതിനകത്ത് ഇല്ല എങ്കിൽ ഇനി വരും ദിവസങ്ങളിലായിരിക്കും ചിലപ്പോൾ അത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് വെരിഫിക്കേഷൻ ഡേറ്റുകൾ അറിയാൻ വേണ്ടി ആദ്യമായിട്ടാണ് PSC കാണുന്ന യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങൾ ആരെങ്കിലും കാറ്റഗറി 3 സോഷ്യൽ സയൻസിന്റെ പരീക്ഷ എഴുതുന്നവരോ കാറ്റഗറി 2 സോഷ്യൽ സയൻസിന്റെ പരീക്ഷ എഴുതാൻ പോകുന്നവരോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭ്യമാണ് കേട്ടോ. കൂടാതെ തന്നെ കാറ്റഗറി 2 and 3 സൈക്കോളജി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും ലഭ്യമാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അതുകൂടാതെ നിങ്ങൾ ആരെങ്കിലും HSA സോഷ്യൽ സയൻസിന് വേണ്ടി പഠിക്കുന്നുണ്ടെങ്കിൽ HSA സോഷ്യൽ സയൻസിന് വേണ്ടി എങ്ങനെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയാണ് കൃത്യമായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത് തുടങ്ങിയ കാര്യം ഡീറ്റെയിൽ അറിയാനായിട്ട് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ HSA സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട വെരിഫിക്കേഷൻ ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മറക്കണ്ട, കേറ്ററ്റിന് HSC വേണ്ടി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കി പോകാം കേട്ടോ. ഫസ്റ്റ് നോക്കാം കേട്ടോ. ആദ്യം പാലക്കാടാണ് കേട്ടോ. പാലക്കാട് ജില്ലയിൽ കേറ്ററ്റ് പരീക്ഷ വിജയിച്ചവരുടെ ഡേറ്റുകളാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ ജില്ല പാലക്കാടാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടിരിക്കുക കേട്ടോ. പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷ കേന്ദ്രങ്ങളിൽ 2024 നവംബർ മാസത്തിൽ നടത്തിയ കേറ്ററ്റ് 1 അതുപോലെ തന്നെ 4 കാറ്റഗറി വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന 13/5/2025 നടത്തുന്നതാണ്. അതുപോലെ കാറ്റഗറി 2 വിജയിച്ചവര് പരിശോധന 14/5/2025 നടത്തുന്നതാണ്. ഇനി കാറ്റഗറി 3 ആണ് നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന 15/5/2025 അതാത് DE ഓഫീസിൽ വെച്ച് 10 മണിക്കും അതുപോലെ തന്നെ 4 മണി വരെയും പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ്. പരീക്ഷ വിദ്യാഭ്യാസ സെന്ററുകളിൽ 2024 നവംബർ മാസത്തിൽ നടത്തിയ കേറ്ററ്റ് പരീക്ഷ വിജയിച്ചവർ കാറ്റഗറി 1ഉം 4ഉം വിജയിച്ചവര് 13/5/2025 വെരിഫിക്കേഷൻ. കാറ്റഗറി 2 ആണ് നിങ്ങൾ വിജയിച്ചെങ്കിൽ 14/5/2025 വെരിഫിക്കേഷൻ. മൂന്നാമത്തെ കാറ്റഗറി ആണ് നിങ്ങൾ പാസ്സായിരിക്കുന്നതെങ്കിൽ 15/5/2025 വെരിഫിക്കേഷൻ നടക്കുക. അപ്പൊ ഈ പറയുന്ന ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഈ ദിവസങ്ങളിലായിരിക്കും നിങ്ങളുടെ പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷ സെന്ററുകളിൽ 2024 നവംബർ മാസം നടത്തി കയറ്റ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തുടങ്ങിയ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാകും. വേണമെങ്കിൽ ഞാൻ ഒന്നോടെ കൂടി വീഡിയോ അവസാനം എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയുകയും കൂടെ ചെയ്യാം കേട്ടോ, ആ വീഡിയോ കണ്ടു നോക്കാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇനി അടുത്ത ജില്ല നമുക്കൊന്ന് നോക്കാം. ഇനി അടുത്ത പരീക്ഷയോട് ബന്ധപ്പെട്ട യോഗ്യത സർട്ടിഫിക്കറ്റ് പരിശോധന DE ഓഫീസിൽ വെച്ച് നടക്കുന്നതായിരിക്കും. അത് കാറ്റഗറി നമ്പർ 1 സർട്ടിഫിക്കറ്റ് പരിശോധന വരുന്നു. കാറ്റഗറി 1 and 2 സർട്ടിഫിക്കറ്റ് പരിശോധന വരുന്നത് 13/5/2025 കേട്ടോ. കാറ്റഗറി 3 പരിശോധന വരുന്നത് 14/5/2025 കാറ്റഗറി 4 പരിശോധന വരുന്നതെങ്കിൽ അത് 15/5/2025 സർട്ടിഫിക്കറ്റ് പരിശോധന വരുന്നത്. അപ്പൊ തലശ്ശേരിയിലെ കേറ്റ പരീക്ഷ ബന്ധപ്പെട്ട യോഗ്യത സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്നത് കാറ്റഗറി 1നും 2നും 13/5/2025, കാറ്റഗറി 3ന് 14/5/2025, കാറ്റഗറി 4ന് 15/5/2025 പരിശോധന. തലശ്ശേരി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകാനുള്ളവരൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നോക്കാം. ഇനി അടുത്ത തിരുവല്ലയാണ് കേട്ടോ. തിരുവല്ല MGM HSSൽ ജനുവരി 18, 19 തീയതികൾ നടന്ന കേറ്റ പരീക്ഷ വിജയിച്ചവരുടെ രേഖാ പരിശോധന 21, 22, 23 തീയതികളിൽ തിരുവല്ല വിദ്യാഭ്യാസയുടെ കാര്യാലയത്തിൽ വെച്ച് നടക്കുന്നതായിരുന്നു. അപ്പൊ തിരുവല്ലയില് MGM HSSൽ ജനുവരി 18, 19 തീയതികളില് കേറ്റ പരീക്ഷ വിജയിച്ചവരുടെ രേഖാ പരിശോധന എന്ന് നടക്കും 21, 22, 23 തീയതികളിലായിട്ട് തിരുവല്ല വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയത്തിൽ വെച്ചിട്ട് നടത്തുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത സ്ഥലം നോക്കാം. ഇനി അടുത്തത് കൽപ്പറ്റയിലാണ് കേട്ടോ. കൽപ്പറ്റ 2024 നവംബർ വരെ കേറ്റ പരീക്ഷ വിജയിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് പരിശോധന മെയ് 14 മുതൽ 16 വരെ കൽപ്പറ്റ SKMJ സ്കൂളിൽ വെച്ച് നടക്കുന്നതായിരിക്കും കേട്ടോ. കാറ്റഗറി 1നും 4നും 14/5/2025 ഇനി കാറ്റഗറി 1ന് രാവിലെ ആയിരിക്കും സർട്ടിഫിക്കറ്റ് പരിശോധന. കാറ്റഗറി 4ന് ഉച്ചയ്ക്കായിരിക്കും. ഇനി കാറ്റഗറി 2നും 3ക്കും 15/5/2025 സർട്ടിഫിക്കറ്റ് പരിശോധന. കാറ്റഗറി 2ന് രാവിലെയും ഉച്ചയ്ക്ക് കാറ്റഗറി 3ക്കും പരിശോധന നടത്തുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്ത സ്ഥലം നോക്കാം.
ഇനി അടുത്ത് തളിപ്പറമ്പാണ് കേട്ടോ. തളിപ്പറമ്പ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പരിധിപ്പെട്ട സ്കൂളുകളിൽ നിന്ന് 2025 മെയ് 18, 19 തീയതികളിൽ നടന്ന കേറ്റ് പരീക്ഷ വിജയിച്ചവരുടെയും മുൻ വർഷങ്ങളിൽ പരീക്ഷ എഴുതി പാസ്സായവരുടെ യോഗ്യത സർട്ടിഫിക്കറ്റ് പരിശോധന ബാക്കിയുള്ളവരുടെയും സർട്ടിഫിക്കറ്റ് പരിശോധന തളിപ്പറമ്പ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് വെച്ച് ചൂടെ പറയുന്ന തീയതികളിൽ നടക്കുന്നതായിരിക്കും കേട്ടോ. കാറ്റഗറി 1-നും 4-നും 15/5/2025-നും കാറ്റഗറി 3-ന് 16/5/2025-നും കാറ്റഗറി 2-ന് 17/5/2025-നായിരിക്കും സർട്ടിഫിക്കറ്റ് പരിശോധന. അപ്പൊ തളിപ്പറമ്പ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ പരിശോധന നടക്കുന്നതായിരിക്കും. കാറ്റഗറി 1-നും 4-നും 15/5/2025-നും കാറ്റഗറി 3-ക്ക് 16/5/2025-നും കാറ്റഗറി 2-ന് 17/5/2025-നും ആയിരിക്കും സർട്ടിഫിക്കറ്റ് പരിശോധന നടക്കുന്നത്. അപ്പൊ കൃത്യമായിട്ടൊന്ന് ഓർക്കുക കേട്ടോ. ചാവക്കാട് 2024 നവംബർ കേറ്റ് പരീക്ഷയുടെ എല്ലാ കാറ്റഗറിയിലും മുൻവർഷങ്ങളിൽ പാസ്സായിട്ട് പരിശോധന നടത്താത്തവർക്കും പരിശോധനയ്ക്ക് വരാവുന്നതാണ്. 14, 15, 16 തീയതികളിൽ 10:30 മുതൽ 4 വരെ ചാവക്കാട് ഡി ഓഫീസിൽ വെച്ച് നടത്തും. ചാവക്കാട് ജില്ലാ വിദ്യാഭ്യാസ പരിധിയിൽ പരീക്ഷ എഴുതിയവർ രേഖകൾ ആയിട്ട് കൃത്യമായിട്ട് എത്തുക. ഒന്നാമത്തെ കാറ്റഗറിക്കും 4ാമത്തെ കാറ്റഗറിക്കും 14/5/2025-നായിരിക്കും വെരിഫിക്കേഷൻ വരുന്നത്. രണ്ടാമത്തെ കാറ്റഗറിക്ക് 15/5/2025-നും മൂന്നാമത്തെ കാറ്റഗറിക്ക് 16/5/2025-നും ആയിരിക്കും വെരിഫിക്കേഷൻ. എല്ലാവരും ചാവക്കാട് ഡി ഓഫീസിന്റെ കീഴിൽ പരീക്ഷ എഴുതിയവർ കൃത്യമായിട്ട് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് വെരിഫിക്കേഷന് ചെല്ലുക. ഇനി അടുത്തത് നോക്കാം. അടുത്തത് കൊട്ടാരക്കരയാണ് കേട്ടോ. കഴിഞ്ഞ ജനുവരിയിൽ കൊട്ടാരക്കര ഗവൺമെന്റ് HSS സദാനന്ദപുരം, ഗവൺമെന്റ് HSS പുത്തൂർ, ഗവൺമെന്റ് HSS കേട്ടോ. കഴിഞ്ഞ ജനുവരിയിൽ കൊട്ടാരക്കര ഗവൺമെന്റ് HSS, സദാനന്ദപുരം ഗവൺമെന്റ് HSS, പുത്തൂർ ഗവൺമെന്റ് HSS, വാളകം RVHSS, കിഴക്കേക്കര സെന്റ് മേരീസ് HSS എന്നിവിടങ്ങളിൽ നടന്ന കേറ്റ് പരീക്ഷയുടെ ജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന 17 മുതൽ 20 വരെ കൊട്ടാരക്കര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് നടക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഒന്നോടെയും പറയാം. കൊട്ടാരക്കര ഗവൺമെന്റ് HSS, സദാനന്ദപുരം ഗവൺമെന്റ് HSS, പുത്തൂർ ഗവൺമെന്റ് HSS, വളകം RVHSS, കിഴക്കേക്കര സെന്റ് മേരീസ് HSS എന്നിവിടങ്ങളിൽ നടന്ന കേറ്റ് പരിശോധനയിൽ പരീക്ഷ എഴുതി ജയിച്ചവര് 17 മുതൽ 20 വരെ കൊട്ടാരക്കര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് നടക്കുന്ന സർട്ടിഫിക്കറ്റ് പരിശോധനയിൽ കൃത്യമായിട്ട് പങ്കെടുക്കുക. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പരിധി കേറ്ററ്റ് പരീക്ഷ എഴുതി വിജയിച്ച സർട്ടിഫിക്കറ്റ് പരിശോധന താഴെ പറയുന്ന തീയതികൾ നടക്കും. കാറ്റഗറി 1-ന് 14-ാം തീയതിയും കാറ്റഗറി 2-ന് 15/5/2025-നും കാറ്റഗറി 3-ക്ക് 16/5/2025-നും കാറ്റഗറി 4-ന് 17/5/2025-നും ആയിരിക്കും കേട്ടോ. അപ്പോൾ കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പരിധി കേറ്ററ്റ് പരീക്ഷ എഴുതി വിജയിച്ച സർട്ടിഫിക്കറ്റ് പരിശോധന എന്ന് നടക്കും. കാറ്റഗറി 1 14/5/2025, കാറ്റഗറി 2 15/5/2025, കാറ്റഗറി 3 16/5/2025, കാറ്റഗറി 4 17/5/2025 കേട്ടോ. അപ്പൊ കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ കീഴിൽ പരീക്ഷ എഴുതിയവർ കൃത്യമായിട്ട് ഡേറ്റുകൾ ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ 2025 നവംബർ വിജ്ഞാപന പ്രകാരം കേറ്റൽ പരീക്ഷയുടെ വിജയിച്ചവരുടെ യോഗ്യത സർട്ടിഫിക്കറ്റ് പരിശോധന 15/5/2025 മുതൽ 16/5/2025 തീയതികളിൽ നടക്കുന്നതാണ്. അപ്പൊ കാസർഗോഡ് ജില്ലയിൽ 1 കാറ്റഗറി 2ാം കാറ്റഗറി പാസ്സായവർക്ക് 15/5-ന് പരീക്ഷ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, കാറ്റഗറി 3 and 4 പാസ്സായവർക്ക് 15/5/2025-നായിരിക്കും വെരിഫിക്കേഷൻ വരുന്നത്. കൃത്യമായിട്ട് ഡി ഓഫീസിൽ കാസർഗോഡ് ജില്ലയുടെ ഓഫീസിൽ കീഴിൽ പരീക്ഷ എഴുതിയവര് കൃത്യമായിട്ട് ചെല്ലുക കേട്ടോ. അപ്പോൾ ഇനിയുള്ള അപ്ഡേഷൻസ് ഒക്കെ തുടർന്നും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൃത്യമായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡേറ്റുകളൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. മറക്കണ്ട. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.